വെൽക്കം ടു ലെക്സ് ലെക്ചേഴ്സ്. ഇന്ന് ഇവിടെ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ടോപ്പിക് ആയിരിക്കും, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാവും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം എന്താണ് ഒരു ബെയിൽ എന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 2 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് ബി ഓഫ് സംഹിതയാണ് ബെയിൽ എന്താണെന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ബെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീസ് ഓഫ് എ പേഴ്സൺ അക്യൂസ്ഡ് ഓഫ് ഓർ സസ്പെക്റ്റഡ് ഓഫ് കമ്മീഷൻ ഓഫ് ആൻ ഒഫൻസ് ഫ്രം ദ കസ്റ്റഡി ഓഫ് ലോ അപ്പോൺ സർട്ടൻ കണ്ടീഷൻ ഇമ്പോസ്ഡ് ബൈ ആൻ ഓഫീസർ ഓർ കോർട്ട് ഓർ എക്സിക്യൂഷൻ ബൈ സച്ച് പേഴ്സൺ ഓഫ് എ ബോണ്ട് ഓർ എ ബെയിൽ ബോണ്ട്. അപ്പൊ നമ്മുടെ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഒരു അക്യൂസ്ഡിനെയോ ഒരു സസ്പെക്റ്റഡ് പേഴ്സണെയോ നമ്മുടെ ഓഫീസറോ കോർട്ടോ പറയുന്ന കണ്ടീഷൻസ്, കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, ആ കണ്ടീഷൻ ഇമ്പോസ് ചെയ്തുകൊണ്ട് ഒരു ബോണ്ടോ അല്ലെങ്കിൽ ഒരു ബെയിൽ ബോണ്ടോ എക്സിക്യൂട്ട് ചെയ്തിട്ട് ആ വ്യക്തിയെ ആ കസ്റ്റഡിയിൽ നിന്ന് റിലീസ് ചെയ്യുന്നതിനെയാണ് ബെയിൽ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ തോന്നുമായിരിക്കും ഈ അക്യൂസ്ഡ് സസ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന്. അക്യൂസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഒരു റോങ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് പ്രൂവ് ചെയ്തിട്ടില്ല. സസ്പെക്റ്റഡ് വ്യക്തി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഒരു റോങ്ങിന്റെ അകത്ത് അല്ലെങ്കിൽ ഒരു ക്രൈമിന്റെ അകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ സംശയിക്കുന്നു. ആ വ്യക്തികളെയാണ് സസ്പെക്റ്റഡ് വ്യക്തി എന്ന് സസ്പെക്റ്റഡ് പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, പോലീസ് കസ്റ്റഡിയിലുള്ള ഒരു അക്യൂസ്ഡ് അല്ലെങ്കിൽ ഒരു സസ്പെക്റ്റഡിനെ ഓഫീസർ അല്ലെങ്കിൽ കോർട്ട് ഇമ്പോസ് ചെയ്യുന്ന കണ്ടീഷൻസിന്റെ പുറത്ത് ഒരു ബോണ്ട് അല്ലെങ്കിൽ ഒരു ബെയിൽ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് റിലീസ് ചെയ്യുന്നതിനെയാണ് ബെയിൽ എന്ന് പറയുന്നത് അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് ബി ഓഫ് സംഹിത പ്രകാരം. ഇവിടെ ഒരു ഡൗട്ട് തോന്നിക്കാണും, എന്താണ് ബോണ്ട് അല്ലെങ്കിൽ എന്താണ് ഒരു ബെയിൽ ബോണ്ട് എന്ന്. ബോണ്ട് നിങ്ങൾ എല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കായിരിക്കും. നമുക്ക് നോക്കാം. ബോണ്ട് ആൻഡ് ബെയിൽ ബോണ്ട് ആണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് ഇക്കകത്ത് പറയുന്നത്. ബോണ്ട് മീൻസ് എ പേഴ്സണൽ ബോണ്ട് ഓർ ആൻ അണ്ടർടേക്കിംഗ് ഫോർ റിലീസ് വിത്തൗട്ട് ഷ്യൂരിറ്റി. ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വയമേ നമ്മൾ തന്നെ ജാമ്യം നിന്നുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ബോണ്ട് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഷ്യൂരിറ്റി കാണുകയില്ല. ഷ്യൂരിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ ബിഹേവിയറിന് രണ്ടാമതൊരു വ്യക്തി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു. ദാറ്റ് മീൻസ് ജാമ്യം എന്ന് മലയാളത്തിൽ പറയും. ഷ്യൂരിറ്റി ഇല്ലാതെ കൊണ്ട് സ്വയം ജാമ്യത്തിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ബോണ്ടിനെയാണ് വെറും ബോണ്ട് എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ 2 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് ഡിക്കകത്ത് ബെയിൽ ബോണ്ട് ആണ് ഡിഫൈൻ ചെയ്യുന്നത്. മീൻസ് ആൻ അണ്ടർടേക്കിംഗ് ഫോർ റിലീസ് വിത്ത് ഷ്യൂരിറ്റി. ഒരു ഷ്യൂരിറ്റി നമുക്കുണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ ബിഹേവിയറിന് സെക്കൻഡ് ഒരു പേഴ്സൺ റെസ്പോൺസിബിൾ ആണെന്നും പറഞ്ഞ് ഒരു ഷ്യൂരിറ്റിയോട് കൂടെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ബോണ്ടിനെയാണ് ബെയിൽ ബോണ്ട് എന്ന് പറയുന്നത്. ബോണ്ട് എന്ന് പറഞ്ഞാൽ ഷ്യൂരിറ്റി ഇല്ലാതെ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. ബെയിൽ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷ്യൂരിറ്റി വെച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ബെയിൽ ബോണ്ട് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ ആണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് സിക്കകത്താണ് ഓഫ് സംഹിതയാണ് ബെയിലബിൾ ഒഫൻസ് ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസിനെ ഡിഫൈൻ ചെയ്യുന്നത്. ബെയിലബിൾ ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംഹിതയിൽ ഫസ്റ്റ് ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന ഒഫൻസിനെയാണ് ബെയിലബിൾ ഒഫൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോയുടെ കീഴിൽ ബെയിലബിൾ ആയ ഒഫൻസിനെയാണ് ബെയിലബിൾ ഒഫൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ സംഹിതയിലെ ഫസ്റ്റ് ഷെഡ്യൂളില് ബെയിലബിൾ ആയി കാണിച്ചിരിക്കുന്ന ഒഫൻസിനെ ബെയിലബിൾ ഒഫൻസ് എന്ന് പറയും. അതുപോലെ ഏതെങ്കിലും ഒരു നിയമത്തിന്റെ കീഴിൽ ബെയിലബിൾ ആയ ഒഫൻസുകളെ നമ്മൾ ബെയിലബിൾ ഒഫൻസ് എന്ന് പറയും. അതാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് സിക്കകത്ത് ബെയിലബിൾ ഒഫൻസിന് കൊടുത്തിരിക്കുന്ന ഒരു ഡെഫിനിഷൻ. നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ ബെയിലബിൾ അല്ലാത്ത എല്ലാ ഒഫൻസുകളും നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. നമുക്ക് ആദ്യമേ ബെയിലബിൾ ഒഫൻസ് നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും നമുക്ക് ആദ്യമേ എന്താണ് നമ്മുടെ മൈനസിൽ വരുന്നത്, എന്താ, ബെയിലബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ ലെസ് സീരിയസ് ക്രൈംസ് ആയിരിക്കും. നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടെ സീരിയസ് ആയിട്ടുള്ള ക്രൈമുകൾ ആയിരിക്കും.
അപ്പൊ സെക്ഷൻ 2 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് എക്കകത്ത് ബെയിലബിൾ ഒഫൻസ് ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസ് എന്താണെന്നാണ് പറയുന്നത്. നമ്മുടെ സംഹിതയ്ക്കകത്ത് ഫസ്റ്റ് ഷെഡ്യൂളിൽ ബെയിലബിൾ എന്ന് പറഞ്ഞ ഒഫൻസുകളെല്ലാം ബെയിലബിൾ ഒഫൻസ് ആണ്. അതുപോലെ ഏതൊരു നിയമങ്ങളുടെ കീഴിലും ബെയിലബിൾ ആയ ഒഫൻസുകളെല്ലാം ബെയിലബിൾ ഒഫൻസ് ആണ്. ബെയിലബിൾ അല്ലാത്ത എല്ലാ ഒഫൻസുകളും നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. നമ്മുടെ BNSSന്റെ കീഴില് നമ്മുടെ ഒഫൻസിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ബെയിലബിൾ അല്ലെങ്കിൽ നോൺ ബെയിലബിൾ എന്ന് പറഞ്ഞുകൊണ്ട്. അത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ സംഹിതയിലെ ഫസ്റ്റ് ഷെഡ്യൂൾ ആണ് ഒഫൻസിനെ ബെയിലബിൾ അല്ലെങ്കിൽ നോൺ ബെയിലബിൾ എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പീനൽ ലോ, IPC അങ്ങനെയൊക്കെയുള്ള പീനൽ ലോസ് ഇല്ലേ, പീനൽ ലോസിന്റെ കീഴില് നോൺ ബെയിലബിൾ നമ്മൾ മുന്നേ പറഞ്ഞു. നോൺ ബെയിലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് ഒഫൻസസ് ആയിരിക്കും, ബെയിലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് സീരിയസ് ഒഫൻസസ് ആയിരിക്കും. ഇപ്പൊ നോൺ ബെയിലബിൾ ഒഫൻസസ് എന്ന് പറഞ്ഞാല് 3 വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇംപ്രസ്മെന്റ് കിട്ടുന്ന ഒഫൻസുകളെല്ലാം നോൺ ബെയിലബിൾ ഒഫൻസുകളാണ് ലോസിന്റെ കീഴില്. അതുപോലെ തന്നെ 3 വർഷത്തിന് താഴെ ഇംപ്രസ്മെന്റ് പണിഷ്മെന്റ് ആയിട്ട് കിട്ടുന്ന ഒഫൻസുകളെല്ലാം ബെയിലബിൾ ഒഫൻസുകളാണ്. നോൺ ബെയിലബിൾ എന്ന് പറഞ്ഞാൽ സീരിയസ്, അതുകൊണ്ട് തന്നെ അതിന്റെ ഇംപ്രസ്മെന്റ് വളരെ സീരിയസ് ആണ്. ബെയിലബിൾ എന്ന് പറഞ്ഞാൽ ലെസ് സീരിയസ് ഒഫൻസസ്, അതുകൊണ്ട് തന്നെ അതിന്റെ ഇംപ്രസ്മെന്റ് കുറവാണ്, 3 years or less. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ ബെയിലബിൾ ഒഫൻസ് ലെസ് സീരിയസ് ഒഫൻസസ് ആണല്ലോ, 3 വർഷത്തിൽ കുറവ് തടവ് കിട്ടുന്ന ഒഫൻസുകളാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ബെയിലബിൾ ഒഫൻസിന്റെ അകത്ത്, അത് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, ബെയിലബിൾ ഒഫൻസിന്റെ അകത്ത് ബെയിൽ എന്ന് പറയുന്ന ഒരു റൈറ്റ് ആണ്. പക്ഷെ നമ്മുടെ നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബെയിൽ എന്ന് പറയുന്നത് ഡിസ്ക്രിഷൻ ഓഫ് ദ പോലീസർ ഇൻചാർജ് ഓഫ് ദ കേസ് അല്ലെങ്കിൽ കോർട്ടാണ്. പോലീസ് ഓഫീസറിന്റെ അല്ലെങ്കിൽ കോർട്ടിന്റെ ഡിസ്ക്രിഷൻ ആണ് നോൺ ബെയിലബിൾ ഒഫൻസിന്റെ അകത്ത് ബെയിൽ എന്ന് പറയുന്നത്. പക്ഷെ ബെയിലബിൾ ഒഫൻസിന്റെ അകത്ത് ബെയിൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു റൈറ്റ് ആണ്. സെക്ഷൻ 478 സംഹിത പറയുന്നത് ഗ്രാൻഡിങ് ഓഫ് ബെയിൽ ഇൻ കേസ് ഓഫ് ബെയിലബിൾ ഒഫൻസ് ആണ്. സെക്ഷൻ 478 ഓഫ് സംഹിത ഡീൽ ചെയ്യുന്നത് നമ്മുടെ ബെയിലബിൾ ഒഫൻസില് എങ്ങനെയാണ് ബെയില് ഗ്രാൻഡ് ചെയ്യുന്നത്. സെക്ഷൻ 418 ഓഫ് സംഹിത പറയുന്നത് നോൺ ബെയിലബിൾ ഒഫൻസിന്റെ അകത്ത് ഗ്രാൻഡിങ് ഓഫ് ബെയില് എങ്ങനെയാണെന്നാണ് പറയുന്നത്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു, നമ്മുടെ ബെയിലബിൾ ഒഫൻസിന്റെ അകത്ത് ബെയില് നമ്മുടെ റൈറ്റ് ആണ്. നോൺ ബെയിലബിൾ ഒഫൻസിന്റെ അകത്ത് കോർട്ടിന്റെ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ ഇൻചാർജ് ഉള്ള പോലീസ് ഓഫീസറിന്റെ ഡിസ്ക്രിഷൻ ആണ് ബെയിൽ എന്ന് പറയുന്നത്. If the accused has committed an offense and the punishment prescribed for such offense is death or imprisonment for life, the section court or high court can grant bail. ഇപ്പം ഒരു വ്യക്തി ഒരു ഒഫൻസ് ചെയ്തു, ആ ഒഫൻസിന്റെ പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഡെത്ത് അല്ലെങ്കിൽ ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫ് ആണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ബെയിൽ ഗ്രാന്റ് ചെയ്യുന്ന ആരായിരിക്കും? സെക്ഷൻസ് കോർട്ട് അല്ലെങ്കിൽ ഹൈക്കോർട്ട് ആയിരിക്കും ബെയിൽ ഗ്രാന്റ് ചെയ്യുന്നത്. Even though the offense charged against the accused is punishable with death or imprisonment for life, the magistrate can release an accused on bail if such person is a child or is a woman or sick or infirm. ഇപ്പൊ ഒരു കുട്ടി, ഒരു ചൈൽഡ് അല്ലെങ്കിൽ ഒരു വുമൺ അല്ലെങ്കിൽ എന്താണ് സിക്ക് ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഇൻഫ്രം ആയിട്ടുള്ള വ്യക്തികൾ. ഇൻഫ്രം എന്ന് പറഞ്ഞാൽ മെന്റലി ആൻഡ് ഫിസിക്കലി വീക്ക് ആയിട്ടുള്ള വ്യക്തികളെയാണ് ഇൻഫ്രം വ്യക്തികൾ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വ്യക്തികള് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തു, ആ ഒഫൻസിന്റെ പണിഷ്മെന്റ് ഡെത്തോ അല്ലെങ്കിൽ ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫ് ആണ്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും നമുക്ക് നമ്മുടെ മജിസ്ട്രേറ്റിന് ബെയില് ഗ്രാന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ചൈൽഡോ വുമണോ സിക്കോ ഇൻഫ്രമോ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തു, ആ ഒഫൻസ് പണിഷബിൾ ചെയ്യുന്ന ഡെത്തോ ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫോ വെച്ചിട്ടാണ്. ഈ ഒരു സാഹചര്യത്തിലും നമ്മുടെ മജിസ്ട്രേറ്റിന് ബെയില് ഗ്രാന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്കിനി ബെയിലബിൾ ഒഫൻസും നോൺ ബെയിലബിൾ ഒഫൻസിനും ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നമ്മുടെ ബെയിലബിൾ ഒഫൻസ്, ഇപ്പം ഇവിടെ എന്താണ്, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ
അടിക്കുന്നു. അപ്പൊ ഇവിടെ എന്താ കോസിങ് ഹേർട്ട് ആണ്. ലെസ് സീരിയസ് ഒഫൻസസ് ആണ്. കോസിങ് ഹേർട്ട് സെക്ഷൻ 115 ഓഫ് ഭാരതീയ നാഗരിക് സുരക്ഷ നായ സംഹിതയ്ക്കകത്ത് പറയുന്നതാണ്. അപ്പം ഒരാളെ അടിക്കുന്നു, സ്മോൾ ഹേർട്ട് ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലെസ് സീരിയസ് ക്രൈം ആണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഒരു ബെയിലബിൾ ഒഫൻസസ് ആണ്. പിന്നെ നമുക്ക് നോൺ ബെയിലബിൾ ഒഫൻസിന് ഒരു എക്സാമ്പിൾ എടുക്കാൻ നോക്കിയാലോ. ഒരു പേഴ്സൺ മറ്റൊരു വ്യക്തിയെ ഇന്റൻഷനലി കൊല്ലുന്നു. അപ്പൊ ഇതെന്ന് പറഞ്ഞ ഒരു സീരിയസ് ഒഫൻസ് ആണ്. അപ്പൊ ഇതിനെ നമ്മൾ നോൺ ബെയിലബിൾ ഒഫൻസ് ആയിട്ട് കണക്കാക്കും. ഇദ്ദേഹത്തിനെ തല്ലി കഴിഞ്ഞപ്പോൾ എ ബിനെ തല്ലി. അപ്പൊ എക്കാണെങ്കിൽ ബെയിൽ ഒരു റൈറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഇവിടെ എ ബിനെ ഇന്റൻഷനലി കൊല്ലുന്നു. അപ്പൊ ഇവിടെ എക്ക് കിട്ടേണ്ട ബെയിൽ എന്ന് പറയുന്നത് നമ്മുടെ കോർട്ടിന്റെ അല്ലെങ്കിൽ പോലീസ് ഓഫീസറിന്റെയും ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും അവിടെ ബെയിൽ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കേട്ടിട്ട് ഈ സ്ലൈഡ് ഒന്ന് വായിച്ചാൽ മാത്രം മതി. ഐ ഹോപ്പ് ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ മെൻഷൻ ചെയ്താൽ മതി. ഐ വിൽ ഷുവർലി റിപ്ലൈ. പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് BNSSനെ റിലേറ്റഡ് ആയിട്ട്. അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്